മലയാളികൾക്ക് ഇത് ഹാപ്പി ഡേയ്സ്. ആനന്ദാതിരേകത്താൽ കണ്ണുകൾ ഈറനണിയുന്ന നാളുകൾ. ക്ഷമയോടെ കാത്തിരിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അല്പം വൈകിയാണെങ്കിലും വന്നു ചേരുമെന്നുള്ള വെളിപ്പാടിന്റെ കാലമാണിത്. രോഹിത്തിനും വിരാട്ടിനും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് അടക്കി ഭരിക്കാനെത്തുന്ന രാജാവിന്റെ പട്ടാഭിഷേക നാളുകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. രാഷ്ട്രീയ വടംവലികളും ഹസ്തദാന വിവാദങ്ങളും നിറം കെടുത്തുന്ന പക്ഷപാതിത്വവും പണക്കൊഴുപ്പും അരങ്ങ് തകർക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയൊരു ദിശാബോധമേകി നമ്മയെല്ലാം വീണ്ടും ക്രിക്കറ്റിലേക്ക് കൂടുതൽ ചേർത്തടുപ്പിക്കുകയാണ് ഒരു മലയാളി. അതെ, പുലിവിളക്കാരൻ സഞ്ജു വിശ്വനാഥൻ സാംസൺ എന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ. അബ്സല്യൂട്ട് സിനിമ എന്നല്ലാതെ മലയാളിയായ സഞ്ജു സാംസന്റെ ചിറകിലേറി ഇന്ത്യൻ ടീം ലോകകപ്പിൽ നടത്തിയ മുന്നേറ്റത്തെ മറ്റെന്ത് പേരിട്ട് വിളിക്കാനാണ്. പ്രായം 31 എത്തി നിൽക്കെ ഈ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണർ നീലപ്പടയുടെ ജേഴ്സിയിൽ വീണ്ടും സൂര്യ തേജസ്സോടെ കത്തി ജ്വലിക്കുകയാണ്. അത് T20 ലോകകപ്പ് വേദിയിലാണെന്നത് കാലം അയാളെ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നതിന് നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ സാക്ഷ്യം വഹിക്കുകയാണ്. ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം. നിരവധി വർഷങ്ങൾ ടീമിലൊരു വഴിപോക്കിനെ പോലെ സഞ്ജു വന്നും പോയി വരും. തുടർച്ചയായ മത്സരങ്ങളിൽ പകരക്കാരന്റെ ബെഞ്ചിലിരുന്നും ഗ്രൗണ്ടിൽ സഹതാരങ്ങൾക്ക് വെള്ളം കൊടുത്തും കാലം തള്ളി നീക്കാനേ അയാൾക്ക് സമയം ലഭിച്ചു. ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്ന ഹാഷ്ടാഗിലൂടെ അയാളെ പിന്തുണയ്ക്കാനും പരിഹസിക്കാനും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എന്നും രണ്ട് തട്ടിലായിരുന്നു. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് അയാളുടെ പ്രതിഭയോട് നീതി കാട്ടിയത് നീണ്ട 16 വർഷങ്ങൾക്കിപ്പുറം മാത്രമാണെന്നത് ഒരു ദുഃഖ സത്യമാണ്. 2015 ഇന്ത്യൻ ജേഴ്സിയിൽ T20 അരങ്ങേറ്റം കുറിച്ച ഈ ക്ലാസിക് ഹിറ്റർക്ക് ആദ്യമായി പ്രതിഭയ്ക്കൊത്ത പ്രകടനം നടത്താനായത് 2023 നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു. ബോളണ്ട് പാർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന 3ാം ഏകദിനത്തിൽ സെഞ്ചുറി പ്രകടനത്തോടെ സഞ്ജു വരവറിയിച്ചു. എന്നാൽ പിന്നീട് ഏകദിന ഫോർമാറ്റിലേക്ക് പരിഗണിക്കുക പോലും ചെയ്യാതെ സെലക്ടർമാർ അവനോട് കാട്ടിയത് കടുത്ത അവഹേളനമാണ്. പേസർമാരെ അതിരറ്റ് തുണയ്ക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പിച്ചിൽ ക്ലാസിക് കവർ ഡ്രൈവുകളിലൂടെയും ഫുൾ ഷോട്ടുകളിലൂടെയും ഏകദിന സെഞ്ചുറി നേടിയ വരവറിയിച്ച കേരളത്തിൽ നിന്നുള്ള ബാറ്റിംഗ് പ്രതിഭയെ പിന്നീട് യുക്തിരഹിതമായി ഫോർമാറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഭാവി നശിപ്പിക്കാനായിരുന്നു BCCIയും സെലക്ടർമാരും ശ്രമിച്ചത്. എന്നാൽ ആ കെട്ടകാലവും കൂളായി തന്നെ സഞ്ജു അതിജീവിച്ചു. ഗൗതം ഗംഭീർ യുഗത്തിൽ സഞ്ജുവിന് വൈകിയാണെങ്കിലും വീണ്ടും ടീമിലേക്ക് വിളിയെത്തി. അതിന് പ്രത്യുപകാരമായി 2024 T20 ഫോർമാറ്റിൽ ഇന്ത്യക്കാരുടെ റൺവേട്ടയിൽ ഒന്നാമനായി മാറിയ സഞ്ജു സാംസൺ അയാളുടെ കരിയറിലെ പീക്ക് ഫോമിലേക്ക് കുതിച്ചുയർന്നു. വിയർപ്പ് തുനിയിട്ട നീലക്കുപ്പായത്തിൽ ബൗളർമാരെ തച്ചുടയ്ക്കുന്ന സംഹാര രൂപമാണ് അവൻ പുറത്തെടുത്തത്. 5 തുടർച്ചയായ T20 മത്സരങ്ങളിൽ നിന്ന് പിറന്നത് 3 വെടിക്കെട്ട് സെഞ്ചുറികൾ. അത് T20 ഫോർമാറ്റിൽ അനിതര സാധാരണമായ ഒരു ബാറ്റിംഗ് വിരുന്നായി. അതിനിടയിൽ ബംഗ്ലാദേശി ബൗളർക്കെതിരെ ഒരു ഓവറിൽ 5 തുടരൻ സിക്സറുകൾ പറത്തിയ സഞ്ജു മാജിക്കും ലോകം വീക്ഷിച്ചു. എന്നാൽ തുടർന്ന് അങ്ങോട്ടേക്ക് T20യിലെ ഓപ്പണർ സ്ഥാനം ശുഭ്മാൻ ഗില്ലിന് തിരികെ നൽകി ഫിനിഷറുടെ റോളിൽ സഞ്ജുവിന് ഒതുക്കാൻ ശ്രമം നടന്നു. പവർ പ്ലേയിൽ ഫിയർലെസ് ആയി തകർത്തടിച്ചിരുന്ന സഞ്ജുവിനെ അനാവശ്യമായി സമ്മർദ്ദത്തിന് അടിമപ്പെടുത്തുന്ന മോശം തീരുമാനമായി അത് പിന്നീട് വിമർശിക്കപ്പെട്ടു. ഗില്ലിന് വെച്ചുള്ള പരീക്ഷണം സമ്പൂർണ്ണ പരാജയമായതോടെ ലോകകപ്പിന് മുന്നോടിയായി ന്യൂസിലൻഡ് പര്യടനത്തിലേക്ക് സഞ്ജു തിരിച്ചെത്തി. എന്നാൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് 5 മത്സരങ്ങളുടെ പരമ്പരയിൽ അയാൾ തീർത്തും നിറമങ്ങി. ന്യൂസിലൻഡ് പര്യടനത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ലോകകപ്പിലെ പ്ലേയിങ് 11ൽ ഇടം പിടിക്കുകയായിരുന്നു സഞ്ജുവിന്റെ ലക്ഷ്യം. എന്നാൽ സഞ്ജുവിന്റെ ഫോം ഔട്ട് ഇഷാൻ കിഷനെ തുണച്ചു. തുടക്കത്തിൽ അഭിഷേകിനൊപ്പം ഓപ്പണറായി ഇഷാൻ തകർത്ത് കളിച്ചു. സൂപ്പർ 8 ഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ വൻ പരാജയവും അഭിഷേക് ശർമ്മയുടെ നിറമംഗലുമാണ് ടൂർണമെന്റിലെ നോക്കൌട്ട് ഘട്ടത്തിൽ സഞ്ജുവിന് തിരിച്ചുവരവിന് കളമൊരുക്കിയത്. എന്നാൽ ഏറെ നാൾ കാത്തിരുന്ന് ലഭിച്ച അവസരം കഴിയാവുന്നതുപോലെയൊക്കെ അയാൾ മുതലെടുത്തു. ആദ്യമൊക്കെ ചെറിയ സ്കോറുകളിൽ പുറത്തായെങ്കിലും ഇന്ത്യൻ ടോപ്പ് ഓർഡറിന് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം സഞ്ജു വീണ്ടെടുത്തു നൽകി. പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ നിന്ന് വിളിപ്പേര് ലഭിച്ച വിൻഡീസിനെതിരായ സൂപ്പർ 8 മാച്ചിൽ പുറത്താകാതെ നേടിയ 97 റൺസുമായി ഇന്ത്യയെ ഒറ്റയ്ക്ക് സഞ്ജു സാംസൺ സെമി ഫൈനലിലേക്ക് നയിച്ചു.
കടുത്ത വിമർശകരെ കൊണ്ട് പോലും അയാൾ കൈയടിപ്പിച്ചു. അവരെയെല്ലാം തന്റെ ബാറ്റിംഗ് മാന്ത്രികതയാൽ സഞ്ജു സാംസൺ വശീകരിച്ചു. ഇനി ഒരിക്കലും അവഗണിക്കാനാകാത്ത വിധം അയാൾ തന്നിലേക്ക് അവരെ ചേർത്ത് നിർത്തി. എതിരാളികൾ പോലും അയാളുടെ പേര് കേട്ട് വിറച്ചു. ലോകം മുഴുവൻ സഞ്ജു എന്ന ഒറ്റ പേരിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയ ആനന്ദവേള. ഇംഗ്ലണ്ടിനെതിരായ സെമിയിലും അതേ ആത്മവിശ്വാസത്തോടെ തന്നെ സഞ്ജു ബാറ്റ് വീശിയതോടെ ലോകകപ്പിൽ പിന്നീട് അലയടിച്ചത് സഞ്ജു മാനിയ. ഇത്ര അനായാസമായി ബൗളറുടെ തലയ്ക്ക് മുകളിലൂടെ എങ്ങനെ സിക്സറുകൾ നേടുന്നുവെന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ സഞ്ജുവിന്റെ മറുപടി ലളിതമാണ്: ഞാൻ പന്ത് നോക്കി ബാറ്റ് വീശിയടിക്കുന്നു, അത്രമാത്രം. 2013 IPL സീസൺ മുതൽ സഞ്ജുവിന്റെ പ്രതിഭ എന്താണെന്ന് ഇന്ത്യക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ ലോകം മുഴുവൻ ആ ജീനിയസിനെ തിരിച്ചറിയുന്ന സുന്ദര നിമിഷമാണിത്. നമ്മൾ മലയാളികൾക്കാകട്ടെ അതൊരു പ്രൗഡ് മൊമെന്റ്. അടുത്ത വാരം ദി ഫൈനൽ റിസിൽ നമുക്ക് മറ്റൊരു വിഷയമായി കാണാം. അതുവരെ നമസ്കാരം.